അത് ഇവിടുന്ന് തന്നെ പറഞ്ഞല്ലോ. ഈ പിന്നെ എന്താ പറയണ്ടേ, ഒരാളെ ഒരു സ്ഥാനത്ത് പരിഗണിക്കുമ്പോഴാണല്ലോ പുള്ളിക്കെതിരെ എങ്ങനെ നെഗറ്റീവ് ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ എന്ന് പറയാൻ കാരണം ഞാൻ ഊഹിക്കുന്നതാണ്. പക്ഷെ സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു മോഹമില്ല, DCC പ്രസിഡന്റ് ആയേ തീരുന്നുള്ള മോഹമില്ല. പക്ഷെ പലർക്കും സ്വാഭാവികമാണ്, നമുക്ക് അവരൊക്കെ ആർക്കും ഇത് ആഗ്രഹിക്കാം. ആ ആഗ്രഹത്തിനൊന്നും ഞാൻ എതിരല്ല. അപ്പം അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ രണ്ട് ടൈപ്പ് ആളുകളുണ്ട്. നമുക്ക് വരുവാണെങ്കിൽ വന്നാൽ മതി, മറ്റൊരാളെ മോശമാക്കിക്കൊണ്ട് അതെനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അപ്പോൾ അതുപോലെ ചിന്തിച്ച് കാണില്ല. ഇവിടെ ഇപ്പോൾ BN ജമാലാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ BN ജമാലിനെതിരെ ഒരു പുകമറ ഉണ്ടാക്കിയാൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി പിന്നീട് പരിഗണിക്കുന്ന കൂട്ടത്തിൽ എന്നെയും കൂടി പരിഗണിച്ചാലോ എന്നൊരു ചിന്ത ഉണ്ടായ പോരെ. അതാണല്ലോ ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്. അതാണല്ലോ കഴിഞ്ഞ 2 വർഷമായിട്ട് എന്നെ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ അറിഞ്ഞത് നിങ്ങളെ പോലുള്ള മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഉറപ്പ് നൽകിയിട്ടില്ല ആരും. അങ്ങനെ ഒരു പരിഗണനാ വിഷയവും സംസാരവും പാർട്ടി തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ആരെടുത്തും പോയിട്ടില്ല. പക്ഷെ എന്നോട് ഇങ്ങോട്ട് ലീഡേഴ്സ് ഉണ്ട്, അത് ഞാൻ ഇവിടെ പറയില്ല. കാരണം അത് എന്ന് പറഞ്ഞ നേതാക്കൾ ഉണ്ട്. ആ നേതാക്കൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുനഃസംഘടന വരാൻ പോവാണ്, ഇങ്ങനൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനൊരു വ്യാജ വാർത്ത ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, നിങ്ങളുണ്ടാക്കിയെന്നല്ല പറയുന്നു. പക്ഷെ എപ്പോഴും നമുക്കൊരു അവിടെ ഒരു ധർമ്മമുണ്ട്. ഒരു സാധനം അങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഹിയർ ദ അതർ സൈഡ്, അല്ലെങ്കിൽ ഇതിന് രേഖയുണ്ടോ, ഇതൊക്കെ പരിശോധിച്ചാൽ പിന്നെ ഇത് ഇമാജിനറി ഇല്ല. ഇങ്ങനെ ഒരു സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വാർത്ത ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ എന്താണത്? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇമാജിനറി ഇല്ല. പിന്നെ പണം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു. എന്താ അറിയുമോ? അത് എന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു ഇപ്പോഴും തട്ടുകടിയും മറ്റുമൊക്കെ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് വാഹനം വാങ്ങിയിട്ട് ഏകദേശം 31 വർഷമായി. എന്തുകൊണ്ട് വാങ്ങാത്തതെന്ന് വെച്ചാൽ എൻ്റെ 22 വർഷത്തെ കരിയറിൽ എനിക്ക് പേഴ്സണലായിട്ടൊരു വാഹനം വാങ്ങി ഉപയോഗിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ആരെയും എക്സിബിറ്റ് ചെയ്യാനോ ആവശ്യമില്ല. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം, ഈ തുടരെയുള്ള വിജിലൻസ് അന്വേഷണങ്ങളൊക്കെ വന്നപ്പോൾ അവർക്ക് അത്ഭുതമായിരുന്നു. അപ്പം ഞാൻ തമാശ പറയും, എൻ്റെ വാഹനം എനിക്കൊരു ഇലക്ട്രിക് സൈക്കിൾ ഉണ്ട്, അതിൻ്റെ ബില്ല് പ്രൊഡ്യൂസ് ചെയ്തു, അവരത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 76,000 രൂപ 78,000 രൂപയുടെ ഇലക്ട്രിക് സൈക്കിളാണ് വാഹനമായിട്ട് ഇദ്ദേഹത്തിനുള്ളത്. അപ്പം ഞാൻ പറയുന്നത്, എനിക്ക് ഒന്നും ഇല്ല എന്നല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അങ്ങനെ വാഹനം അല്ലാതെ തന്നെ സഹോദരങ്ങളുടെയൊക്കെ വാഹനങ്ങൾ നാട്ടിൽ വന്ന ഇഷ്ടം പോലെ ഉണ്ട്, വീട്ടിലുമുണ്ട്. പിന്നെ ഔദ്യോഗിക കാലത്ത് എനിക്ക് പിന്നെ വാഹനം ഡ്രൈവർമാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മറ്റു സ്വന്തമായിട്ട് വാഹനം ഉപയോഗിക്കാനുള്ള സമയമോ ഷെഡോ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഈ സാമ്പത്തിക കാര്യത്തിൽ ഞാൻ എപ്പോഴും ഒരു കണ്ടന്റഡ് ലൈഫാണ്. എന്ന് വെച്ചാൽ 1-ാം തീയതി ആകുമ്പോഴേ സർവീസിലിരിക്കുന്ന കാലഘട്ടത്തിൽ അടുത്ത 31-ാം തീയതി കഴിഞ്ഞാലാണ് സമാധാനം വരിക. കാരണം ഞാൻ ഒരിക്കലും കണക്ക് നോക്കില്ല. കോർപ്പറേറ്റ് സാലറി അക്കൗണ്ടിൽ വരുന്ന സാലറി ഇത് തീർന്നോ ഇല്ലേ എന്നുള്ള ഒരു ടെൻഷനായിരിക്കും അവസാനത്തെ ആഴ്ച ഉണ്ടാവുക. അതങ്ങ് 31 കഴിഞ്ഞ് കിട്ടും, കുഴപ്പമില്ല, അവിടെ ഉണ്ടാവും. ഞാൻ ഒരിക്കലും കണക്ക് നോക്കാറില്ല. സാമ്പത്തിക ലാഭം ഞാൻ ഉദ്ദേശിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ കാരണം എനിക്ക് ഗൾഫിലൊക്കെ പോകാമായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഗൾഫുകാരനല്ലാത്തേ ഉള്ളൂ. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ലായിരുന്നു.
സാമ്പത്തിക കാര്യത്തിൽ എന്നെ ഒരാൾക്കും കുറ്റം പറയാൻ പറ്റില്ല. അത് എല്ലാവർക്കും അറിയാം. ഈ അടുത്ത കാലത്ത് എന്നെ ബന്ധപ്പെടുന്ന ക്ലയൻസിനും അത് കോൺഗ്രസിനകത്തുള്ള DCC ഭാരവാഹികൾക്ക് അതൊരു വിഷയം വന്നാൽ അവരുടെ ഷൂവിൽ കയറിയിരുന്ന് എൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ശ്രമം അതാണ്. അപ്പം അതുകൊണ്ട് ഇത് തികച്ചും വ്യാജമാണ്, കളവാണ്, ഒരു തരത്തിലും ഇതിന് അടിസ്ഥാനമില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരം വ്യാജ വാർത്തകൾ നിങ്ങൾ വിശ്വസിക്കരുതെന്നാണ്.